കണ്ണൂരിൽ വെച്ച് ഞങ്ങളിങ്ങനെ ഒരു പത്രസമ്മേളനം, ഞങ്ങളറിയാമല്ലോ അത്. എൻ്റെ പേര് ചാമുണ്ണി, വൈസ് ചെയർമാൻ ശ്രീധരൻ, മാനേജിംഗ് ഡയറക്ടർ വേറെ അതിനകത്തുണ്ട് സാജു സുരേന്ദ്രൻ, IAS ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ണൂർ വെച്ച് ഒരു പത്രസമ്മേളനം നടത്താനിടയായത്, കണ്ണൂരിൽ ഇന്നലെ ഞങ്ങളുടെ ഒരു പുതിയ കാൽവെപ്പ് എന്ന് തന്നെ പറയാം, കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് തേങ്ങ സംഭരിച്ച് നാളികേരം കൊപ്പറയാക്കുന്ന ഒരു പദ്ധതിയുടെ തുടക്കം കുറിച്ചു ചെറുപുഴയിൽ വെച്ച്. അപ്പോൾ ഇന്നിവിടെ പത്രക്കാരെ കണ്ട് ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ, ഇന്ന മാധ്യമമൊന്നുമില്ല, എല്ലാ മാധ്യമങ്ങളുടെയും ആളുകൾ എന്നെ ബന്ധപ്പെടുകയും എന്താണ് ഈ വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കൂടുന്നത്, കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്, അവിടെ തെറ്റായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും അന്വേഷിക്കുകയുണ്ടായിട്ടുണ്ട്. അത്യാവശ്യം ചില വിവരങ്ങൾ അവരോട് പങ്കുവച്ചു, കാര്യങ്ങൾ പറഞ്ഞു. എന്നാലും കൂടുതൽ വിശദമായ വസ്തുതകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തതയോടുകൂടി ഒരു പത്രസമ്മേളനം നടത്തണമെന്ന ആവശ്യം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇന്നിവിടെ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാനും ഈ പത്രസമ്മേളനം നടത്താനും ഇടയായിട്ടുള്ളത്. എല്ലാവർക്കും അറിയും എന്ന് ഞാൻ കരുതുന്നു, നമ്മുടെ എല്ലാം അടുക്കളയിലെയും കുടുംബ ബഡ്ജറ്റുമൊക്കെ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ വെളിച്ചെണ്ണയുടെ വില കൂടുന്നു എന്നുള്ളത് ഇപ്പോൾ കുറേ നാളുകളായി പത്രത്തിൽ വരുന്ന വാർത്തകളാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വില വർദ്ധിപ്പിച്ച് സാധാരണ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോവുക എന്ന ഒരു നയവും നിലപാടും ഞങ്ങൾക്കില്ല. കൊപ്രയുടെ ലഭ്യത കുറവ്, നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ വില വർധനവ്, അവിടെ പിടിച്ചു നിൽക്കാനാവാത്ത സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ വില വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്ന പൊതുമേഖലാ സ്ഥാപനം ഏറ്റവും നല്ല എണ്ണ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് ഒരു തരത്തിലും ആരോഗ്യത്തിന് കോട്ടം തട്ടാത്ത തരത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാപനവും പ്രസ്ഥാനവുമാണ് കേരഫെഡ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാവർക്കും അറിയും എന്ന് ഞാൻ കരുതുകയാണ്. വിപണിയിൽ നല്ല മത്സരങ്ങളുണ്ടല്ലോ. സ്വകാര്യ സ്ഥാപനങ്ങൾ, അവർക്ക് പ്രധാന ലക്ഷ്യം ലാഭം മാത്രമാണ്. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മായം കലർന്ന എണ്ണ വിപണിയിൽ ഇറക്കുന്നു, വില കുറച്ച് വിൽക്കുന്നു. വില കുറയ്ക്കുന്നതിൽ കൃത്രിമം കാണിക്കുന്നതിൽ കുറേയേറെ വൈദഗ്ധ്യമുള്ളവരായതുകൊണ്ട് അളവിൽ കൃത്രിമം കാണിക്കാനും അവർക്കും കഴിയും. അങ്ങനെ പലതരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് തിരിച്ചറിയാനും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വ്യാജ ബ്രാൻഡുകളെ കുറിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് സംവിധാനങ്ങളും ഭക്ഷ്യ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെയാണ് അതിൽ ഫലപ്രദമായി ഇടപെട്ട് പരിഹാരങ്ങൾ ഉണ്ടാക്കേണ്ടത്. കുറേയൊക്കെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നിവിടെ പത്രസമ്മേളനം നടത്താൻ ഇടയായിട്ടുള്ളത്. വെളിച്ചെണ്ണയുടെ വില, ഇന്നത്തെ മാർക്കറ്റും അതിൻ്റെ നിലവാരമൊക്കെ കണക്കെടുത്തിട്ടുണ്ട്. MDയും മറ്റു സുഹൃത്തുക്കളും ഇവിടെയുണ്ട്. അവരാ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. ഇപ്പോൾ ഞങ്ങളുടെ വില 419 രൂപയാണ്. ഇനി ഓണം വിപണി വരുന്നു, കൂടുതൽ മത്സരം വരാവുന്ന സമയമാണ്. അപ്പോൾ പ്രയാസങ്ങളുണ്ടാവുമോ, ഇനിയും വില വർദ്ധിക്കുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്.
കൊപ്രയുടെ വില വർധനവ് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉൽപ്പാദന ചെലവ് ഒരു കാരണവശാലും ഒരു മേഖലയിലും കുറയ്ക്കാനൊക്കില്ല. തൊഴിലാളികളുടെ വേതനം, മറ്റ് സൗകര്യങ്ങൾ അത് വെട്ടിക്കുറച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്താനാവില്ലല്ലോ. അപ്പോൾ ഉൽപ്പാദന ചെലവും അതുമായി ബന്ധപ്പെടുത്തിയ ഒരു വില നിശ്ചയിച്ച് അധിക ലാഭമെടുക്കുക എന്ന ലക്ഷ്യത്തിൽ ഞങ്ങൾ പോകാറില്ല. ചിലപ്പോഴൊക്കെ ചെറിയ ലാഭം കുറച്ചിട്ടും വില വർധനവ് നിയന്ത്രിക്കാൻ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. അങ്ങനെയുള്ള ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ, വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ള വാർത്തകൾ ചില കേന്ദ്രങ്ങളിലെങ്കിലും ഉയർന്നു വരുന്നതും പ്രചരിപ്പിക്കുന്നതും ഇപ്പം അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ സമ്മേളനം വിളിക്കാനിടയായിട്ടുള്ളത്. അന്താരാഷ്ട്ര വിപണിയിലും രാജ്യത്തിനകത്തും നമ്മുടെ സംസ്ഥാനത്തെയും ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുള്ള ഒരു വർഷമാണ് പിന്നിട്ടിട്ടുള്ളത്. ഇപ്പോൾ മഴയുടെ ഒരു പ്രതികൂലമായ അന്തരീക്ഷം കൂടി ഉണ്ടായി കുറേയേറെ ഞങ്ങളുടെ പ്ലാന്റുകളിൽ ഉൽപ്പാദിപ്പിക്കാൻ അനുയോജ്യമായ ഗുണമേന്മയുള്ള കൊപ്ര ആവശ്യത്തിന് കിട്ടാത്ത സാഹചര്യങ്ങൾ വന്നതിൻ്റെ ചില പ്രയാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ തരണം ചെയ്യാനും മറികടന്ന് മുന്നോട്ട് പോകാനും ടെൻഡർ നടപടികളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയും നേരിട്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങ വാങ്ങി കൊപ്രയാക്കി എണ്ണയാക്കുന്ന സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനും തീവ്രമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ ഓണക്കാലത്ത് ഉൽപ്പാദന വർദ്ധിപ്പിക്കാനും വിപണിയിൽ ഇടപെടുന്നതിനും സപ്ലൈ ചെയ്യുന്നതിനും ഒരു കുറവും വരാതെ മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികളാണ് കേരളം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിവരം ഇവിടെ നിങ്ങളെ അറിയിക്കാനും എല്ലാവരുടെയും സഹായവും സഹകരണവും വസ്തുക്കൾ നോക്കാതെയുള്ള അറിയാതെയുള്ള പ്രചരണങ്ങളിൽ പോകാതെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ്. സാമൂഹ്യ പ്രതിബദ്ധത ആ കാര്യത്തിൽ കാണിക്കുന്നവരാണ് പത്രപ്രവർത്തകർ പൊതുവിൽ. ആ നിലയിലാണ് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതും ഈ സമ്മേളനത്തിലേക്ക് സന്തോഷത്തോടു കൂടി പങ്കെടുക്കുന്നത്. മറ്റ് ഇതിൻ്റെ കണക്കുകൾ മറ്റ് നിങ്ങൾ തന്ന നോട്ടുകളുണ്ടല്ലോ, അതിലൊക്കെ സാങ്കേതികമായ ചില കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. കൂടുതൽ വ്യക്തത വരുത്താൻ ഇന്നത്തെ മാർക്കറ്റ് വിലയും ഞങ്ങൾ കൊടുക്കുന്ന വിലയും ഒക്കെ ബന്ധപ്പെടുത്തി മാനേജിംഗ് ഡയറക്ടർ കാര്യങ്ങൾ പറയും. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഞാൻ മൈക്ക് കൊടുക്കുകയാണ്. ഇന്നത്തെ മാർക്കറ്റ് വില ഇപ്പം ഞങ്ങൾ പല ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ മാർക്കറ്റ് വില എത്രയാണെന്നുള്ളത് ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേജർ ബ്രാൻഡുകളുടെയും വില എന്ന് പറയുന്നത് 540-നും 590-നും ഇടയ്ക്കാണ്. $540-590 ഇടയ്ക്കാണ് മിക്കവാറുമുള്ള എല്ലാ മേജർ ബ്രാൻഡുകളുടെയും വില അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ വില 419 രൂപയാണ് ഇപ്പോൾ ലീഡിംഗ് ബ്രാൻഡ്സ് എടുത്താൽ കേരാഫെഡിൻ്റെ വിലയാണ് ഏറ്റവും കുറഞ്ഞ വിലയായിട്ട് ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഞങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, ഈ കേര എന്നുള്ള പേര് സഫിക്സ് ആയിട്ടോ പ്രിഫിക്സ് ആയിട്ടോ ചേർത്തുകൊണ്ട് ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട്. നമുക്ക് ശരിക്കും ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും അത് മറ്റാരും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ഏതാണ്ട് 62 അത്തരം ബ്രാൻഡുകൾക്കെതിരെ ഞങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ പരാതിപ്പെടുകയും അതിൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെക്ടിഫിക്കേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കുറേ സമയമെടുക്കും. അവർക്ക് നോട്ടീസ് കൊടുക്കും, അവരുടെ ഹിയറിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കുറച്ച് സമയമെടുക്കും. പക്ഷേ ആ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ വിലവർധനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്, കൊപ്രയുടെ അവൈലബിലിറ്റിയെ സംബന്ധിക്കുന്ന ആ നോട്ടിൽ അത് ഞാൻ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 40% അവൈലബിലിറ്റിയിലുണ്ടായ കുറവ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അപ്പോൾ അത് എല്ലാ വെളിച്ചെണ്ണ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാവരെയും അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് വില ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ജനുവരി മുതൽ ജൂലൈ വരെയുള്ള പീരീഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100% കൊപ്രയുടെ വിലയിൽ വന്നിട്ടുള്ള വർധനവ്. ജനുവരിയിൽ ഏകദേശം 140 രൂപയായിരുന്നത് ഇപ്പോൾ 280 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു വർധനവ് ഒരു പക്ഷേ ആദ്യമായിട്ടാണ് കൊപ്രയുടെ വിലയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെ തേങ്ങയുടെ വിലയിലും വർധനവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തരണം ചെയ്യുന്നതിനായിട്ട് ഇന്നലെ ചെറുപുഴ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ പച്ചത്തേങ്ങ സംഭരണം ആരംഭിച്ചു. കർഷകരുടെ കയ്യിൽ നിന്നും മാർക്കറ്റ് വിലയേക്കാൾ 1 രൂപ അധികം നൽകി സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്ന് മുതൽ പൂർണ്ണ സജ്ജമായിട്ട് അവിടെ ഒരു സംഭരണ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും 9 മണി മുതൽ 2 മണി വരെ ആ കേന്ദ്രത്തിൽ സംഭരണം നടക്കും. അത് ചെറുപുഴ പഞ്ചായത്തിൽ തുടങ്ങി സംസ്ഥാനത്തിൻ്റെ മറ്റ് ജില്ലകളിലേക്ക് ഞങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലയിലും ഇത്തരത്തിൽ സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങി കർഷകരിൽ നിന്ന് മാർക്കറ്റ് വിലയേക്കാൾ 1 രൂപ അധികം കൊടുത്ത് തേങ്ങ വാങ്ങുകയും അത് വിശ്വസ്തരായിട്ടുള്ള പ്രോസസ്സേഴ്സിനെ ഏൽപ്പിച്ചുകൊണ്ട് കൊപ്രയാക്കി മാറ്റി അത് വിതരണം നമ്മുടെ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ വിപണിയിൽ ഈ വർധനവ് അതേമാതിരി ഞങ്ങൾ പാസ് ഓൺ ചെയ്യുന്നില്ല. കുറച്ചൊക്കെ വില വർധനവ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വരുത്തിയേ മതിയാകൂ എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഏറ്റവും മിനിമം ഇമ്പാക്റ്റ് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ പ്രൈസിങ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് ഓണം വിപണിയിൽ പ്രത്യേകിച്ച് AAY കാർഡ് ഹോൾഡേഴ്സ് അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ BPL കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മൾ കുറച്ചുകൂടി അവർക്കൊരു സബ്സിഡി കൊടുത്തുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ എത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് വകുപ്പുകളുമായിട്ടൊരു കോർഡിനേഷൻ അതിന് ആവശ്യമാണ്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമൂഹത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ഈ ഒരു വിലക്കയറ്റത്തിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ നിന്ന് കുറച്ചെങ്കിലും ഇൻസുലേഷൻ കൊടുക്കാനായിട്ട് കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയായിട്ടാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനായിട്ടുള്ളത്. വൈസ് ചെയർമാൻ എന്തെങ്കിലും പറയാനുണ്ട്? പത്രസമ്മേളനം വിളിച്ചതിൻ്റെ കേരള ഫെഡിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് ചെയർമാനും MDയും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. കേരള ഫെഡിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാര്യമായിട്ട് വരാറുണ്ടായിരുന്നില്ല. അതുകൂടി കണക്കിട്ടുകൊണ്ടാണ് ഒരു പുതിയ സംരംഭം കണ്ണൂർ ജില്ലയിലെ മലയോര പഞ്ചായത്തായിട്ടുള്ള ചെറുപുഴയിൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗവൺമെൻറ് പച്ചത്തേങ്ങ സംഭരണം നടത്തിയിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി ആയിട്ടാണ് കേരഫെഡ് പ്രവർത്തിച്ചത്. ഇപ്പോൾ അങ്ങനെയല്ല, കേരഫെഡിൽ നിന്ന് നേരിട്ട് പച്ചത്തേങ്ങ സംഭരണം ആരംഭിക്കണം തീരുമാനിക്കുകയും അതിൻ്റെ ആദ്യത്തെ ഒരു ചുവടുവെപ്പ് നിലക്ക് ചെറുപുഴയിൽ ഇന്നലെ ഈ സംഭരണ കേന്ദ്രം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പരാമർശിച്ചതുപോലെ തൃശ്ശൂരിലോട്ടും വടക്കോട്ടാണ് പ്രധാനമായിട്ടും പച്ചത്തേങ്ങയുടെ ഉൽപ്പാദന കേന്ദ്രം. ഈ എല്ലാ മേഖലയിലും സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പച്ചത്തേങ്ങയുടെ കൊപ്രയുടെ വിപണിയിൽ കേരഫെഡാണ് ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന സ്ഥാപനമെങ്കിലും കേരഫെഡിന് വിപണിയിൽ വേണ്ടത്ര സാന്നിധ്യവും അതുപോലെ നിയന്ത്രണവും ഇല്ല. അതിപ്പോഴും നിയന്ത്രിക്കുന്ന വലിയ പുസ്തകങ്ങളാണ്. ആ കമ്പോളത്തിലേക്ക്, വിപണിയിലേക്ക് കേരഫെഡിന് കടന്നു വരാൻ കഴിയണം
അധികം വൈകാതെ എന്നതുകൂടി കണക്കെടുത്തുകൊണ്ടാണ് നേരിട്ട് പച്ചത്തേങ്ങ സംഭരിക്കാനും അത് ഞങ്ങളുടെ ഫാക്ടറികളിലോ ഞങ്ങൾ വാടക എടുക്കുന്ന ഫാക്ടറികളിലോ സംസ്കരിച്ച് വെളിച്ചെണ്ണയാക്കി മാറ്റി വിപണിയിലെത്തിക്കണം എന്ന് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും വ്യാപാരികളുടെ വൻകിടക്കാരുടെ താല്പര്യങ്ങൾക്കെതിരാകുമ്പോൾ കേരഫെഡിനെതിരായിട്ട് പല രീതിയിലുള്ള വാർത്തകളും പ്രതികരണങ്ങളുമൊക്കെ വരാനിടയിട്ട് അത് വേണ്ടത്ര ഒരു പരിശോധന നടത്താതെ മാധ്യമങ്ങൾ കൂടി വരുമ്പോൾ സാധാരണ ജനങ്ങളെ അത് സ്വാധീനിക്കാനും അതുപോലെ വ്യാപാരികൾക്ക് അനുകൂലമായിട്ട് വരാൻ വഴികളാണ്. പ്രത്യേകിച്ച് ഓണം വരാനിരിക്കുകയാണ്. ഒരുപാട് വ്യാജ വെളിച്ചെണ്ണകളും മറ്റും നേരത്തെ എം.ഡി പറഞ്ഞതുപോലെ വ്യാജ വെളിച്ചെണ്ണകളൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ ഒരു മുൻകരുതൽ എന്ന നിലക്ക്, ഒരു പ്രതിരോധം എന്ന നിലക്ക് നിങ്ങളുടെ ആകെ പിന്തുണയോടെ കേരളത്തിൽ മുഴുവൻ ജനങ്ങളെയും ഇപ്പോൾ നിലവിലുള്ള കൊപ്രയുടെ വിലയനുസരിച്ച് ഒരിക്കലും വർധനമില്ലാതെ വെളിച്ചെണ്ണ വിൽക്കാൻ കഴിയില്ല. അത് ഒരു മുന്നറിയിപ്പായി ജനങ്ങൾക്ക് കൂടി കൈമാറണം എന്ന ഉദ്ദേശത്തോടെയാണ് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരമൊരു തത്സമ്മേളനം വിളിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത്. അതെ, അതാണ് വേൾഡ് ബാങ്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ അവർ പറയുന്നത് സ്റ്റെബിലൈസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ ടെമ്പററി ഒരു ഹൈക്കാണ്, സ്റ്റെബിലൈസ് ആവുമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ട് ഫെയിലി ഡൗൺലോഡബിൾ ആയിട്ടുള്ള റിപ്പോർട്ടാണ്. അത് ഞങ്ങൾ ആലോചിച്ച് വരുന്നു, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീരുമാനിക്കാൻ കഴിയൂ. അല്ല, അത് ഉൾപ്പെടെ ആലോചിക്കും. ഞങ്ങളുടേതായ പ്രോഫിറ്റിൽ നിന്ന് ഒരു ചെറിയ അത് കുറച്ചാലും ജനങ്ങളെ സഹായിക്കണം എന്നുള്ള പ്രതിബദ്ധതയോടുകൂടി അത് ഉൾപ്പെടെ ആലോചിക്കും. അതിപ്പോൾ ആലോചനയിലുള്ളൊരു വിഷയമാണ്, പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൻ്റെ വിശദാംശങ്ങളും എങ്ങനെ ആരെല്ലാം എത്ര വഹിക്കും എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താൽ തീരുമാനിക്കാനാവില്ല. അല്ലല്ല അത് വളരെ സ്ലോലി ആ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് അല്ല. ഇത് ഒരു നമ്മുടെ കേരളത്തിലാണെങ്കിലും പ്രൊഡക്ഷൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഏരിയയും കുറയുന്നുണ്ട്, പ്രൊഡക്ഷനും കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതൊരു സഡൻലി നമ്മളൊരു ക്രൈസിസ് എന്നുള്ള രൂപത്തിൽ ഇപ്പം വന്നേ ഉള്ളൂ. പക്ഷെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എല്ലാ പിന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനെയും ബാധിച്ചിട്ടുണ്ട്, അത് തെങ്ങ് കൃഷിയെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളതൊരു അഗെയിൻ അത് അതിന്റെ കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പൊതുവേ ഒരു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരു സ്വീകാര്യത വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും US ഒരു കോർട്ട് ജഡ്ജ്മെന്റും മറ്റും ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഹാംഫുൾ ഇഫക്ട്സ് അല്ല ഉള്ളത്, മറിച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് കോർട്ട് ജഡ്ജ്മെന്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിശോധിച്ചാൽ അറിയാം, എക്സ്പോർട്ടിന്റെ ഒരു ഡേറ്റ പരിശോധിച്ചാൽ എക്സ്പോർട്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അമേരിക്ക ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോഡക്ട്സുകൾ, നമ്മുടെ വിർജിൻ കോക്കനട്ട് ഓയിൽ പോലെയുള്ള പ്രോഡക്ട്സുകൾ ധാരാളമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു കാരണമാണ്, എക്സ്പോർട്ടും കൂടിയിട്ടുണ്ട്. സാർ പറഞ്ഞു, വിൽപ്പനയെ സംബന്ധിച്ചൊരു പ്രശ്നം ഇതുവരെ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. കാരണം നമ്മളുടെ പിന്നെ ഒരു വർഷം നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 15,000 മെട്രിക് ടൺ ആണ് ഒരു വർഷത്തെ ഉൽപ്പാദനം എന്ന് പറയുന്നത്. അപ്പം അത് എല്ലാ വർഷവും 100% തന്നെ വിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സത്യത്തിൽ ഞങ്ങൾ ഈ നോർത്തേൺ മാർക്കറ്റ്സിൽ, നോർത്തേൺ കേരളയിലെ മാർക്കറ്റിൽ ഞങ്ങൾക്ക് കാര്യമായ പ്രസൻസ് ഇല്ല. ഞങ്ങൾ സൗത്തിലാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ശരിക്കും ഒരു വലിയ സ്കോപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുതിയ പ്ലാന്റുകളും മറ്റും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഇങ്ങോട്ടുള്ള മാർക്കറ്റ്, പിന്നെ കേരളത്തിന് പുറത്തുള്ള മലയാളികളുള്ള, ഞങ്ങൾ ഡൽഹിയിൽ ഒരു ഓഫീസ് തുടങ്ങുകയും അവിടെ ഒരു മാർക്കറ്റിംഗ് സെൻറ്റർ ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മലയാളികൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കും കൂടെ എത്താൻ നമുക്ക് സ്കോപ്പുണ്ട്. ഗൾഫിലേക്കുള്ള എക്സ്പോർട്സിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കണ്ടെയ്നർ എക്സ്പോർട്ട് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, അപ്പോൾ അടുത്ത ഫേസിലേക്ക് പോവുകയാണ്. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഡിമാൻഡിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ വില വർദ്ധിച്ചിട്ടും ഡിമാൻഡിലൊരു കുറവ് വന്നിട്ടില്ല. ഇൻഫാക്റ്റ് ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് കൊപ്രയുടെ റിപ്പോർട്ട് ചെയ്തതാണ്, കൊപ്രയുടെ അവൈലബിലിറ്റിയുടെ കുറവ് കാരണം ഞങ്ങൾക്ക് ഏകദേശം ഒരു 5 ദിവസത്തോളം പ്ലാന്റ് പ്രൊഡക്ഷൻ ഇല്ലാതെ ഒരു സ്ഥിതി വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡ്, ഇപ്പം ഞങ്ങൾ വിചാരിച്ചത് ഈ ഒരു പ്രൈസ് ഹൈക്ക് വന്നതുകൊണ്ട് ഡിമാൻഡിൽ ഒരു ഫോൾ ഉണ്ടാവുന്നതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. ഇപ്പോഴും
ധാരാളം ആളുകൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം വരുമ്പോഴത്തേക്കും വീണ്ടും കൂടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മെഷേഴ്സിനകത്തൊരു ക്വാണ്ടിറ്റി സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ 1000 ആണെന്നുണ്ടെങ്കിൽ അതേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വേറൊരു പ്രശ്നം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ കേര ഫെഡിന്റെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. കാരണം ജനങ്ങൾ ഇത് വാങ്ങിക്കുന്നത് 1 ലിറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അവിടെ ഞങ്ങൾ അങ്ങനെ ഒരു കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ജനങ്ങളോട് കാണിക്കുന്ന ഒരു വഞ്ചനയായിട്ടായിരിക്കും അത് വരിക. അത് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ഉണ്ടാവും. അതൊരു വിശ്വാസ്യതയുടെ ഒരു പ്രശ്നമാണ്. പ്രസക്തമായ കാര്യമാണ്. ഇതിൽ അളവിൽ കൃത്രിമം കാണിക്കുക, ഞാൻ സൂചിപ്പിച്ചു ആദ്യം നേരത്തെ, അളവിൽ കൃത്രിമം കാണിക്കുക, ഗുണമേന്മയില്ലാത്ത പ്രോഡക്റ്റ് വിപണിയിൽ ഇറക്കുക, അത്തരം കാര്യങ്ങളിൽ കേരളത്തിന് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. നല്ല വെളിച്ചെണ്ണ ഗുണമേന്മയുള്ളത്, അതാണ് കേരളത്തിൻ്റെ ബ്രാൻഡിൻ്റെ നിലനിൽപ്പിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രധാനപ്പെട്ട അടിസ്ഥാനം. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതല്ല. ഇവിടെ വില കുറച്ച് വിൽക്കുന്ന ഈ പറഞ്ഞ ഇടമത്സരം നടത്തുന്ന വൻകിട കമ്പനികൾക്കൊക്കെ പല മാർഗത്തിലും വില കുറച്ച് കൊടുക്കാനും മായം കലർത്തി ജനങ്ങളെ ബുദ്ധിമുട്ട് ആരോഗ്യമൊന്നും അവർക്ക് പ്രശ്നമല്ല. അതൊന്നും അവർ കണക്കിലെടുക്കാറില്ല. ആ തരത്തിൽ വില കുറച്ച് വിൽക്കാൻ അവർ നല്ല ശ്രമം നടത്തും, പ്രത്യേകിച്ച് ഓണക്കാലത്ത്. ആ കാര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ വസ്തുതകൾ അറിയിക്കാൻ നിങ്ങളുടെ കൂടി നല്ല പിന്തുണയും സഹായവും ഉണ്ടാകണം. എല്ലാ മാധ്യമങ്ങളും വസ്തുതകൾ മനസ്സിലാക്കി തന്നെ ഈ വിവരങ്ങൾ പുറത്ത് അറിയിക്കണം എന്നതാണ് പത്രസമ്മേളനത്തിൽ ഞങ്ങൾ വരാനിടയാക്കിയത് ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പലരും റബ്ബർ പ്ലാന്റേഷൻസ് മാറ്റിയിട്ട് തെങ്ങ് നടുന്നതായിട്ട് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറുപുഴയിൽ കർഷക സംഗമം നടത്തിയപ്പോൾ പല കർഷകരും അത്തരം കാര്യങ്ങൾ പറഞ്ഞു. അവർ പിന്നെ റബ്ബർ മുറിച്ച് മാറ്റി തെങ്ങ് നട്ട കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം പറഞ്ഞു, വളം ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് മാർക്കറ്റിൽ വിലയുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കൃഷിയും അത് ശ്രദ്ധയും ഒക്കെ വരും. അപ്പോൾ ഔട്ട്പുട്ട് കൂടും. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇതിൻ്റെ ഒപ്പം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷൻ ഇന്നലത്തെ ഒരു ഒരു ന്യൂസ് ഐറ്റത്തെ സംബന്ധിച്ചാണ്. അതെ, ഒരു ക്ലാരിഫിക്കേഷൻ അതിനകത്ത് നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഒരു ന്യൂസ് ചാനലിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. അതായത് കേര ഫെഡിൽ 2 വിലയിലാണ് കൊപ്ര വാങ്ങിക്കുന്നത്. ആ 2 വില ഏതൊക്കെയോ ആളുകളെ സഹായിക്കാനാണ്. അതെപ്പോഴും ഒരു ന്യൂസ് ഐറ്റത്തിൻ്റെ എപ്പോഴും ഒരു വാലെന്ന് പറയുന്നത് ആരെയോ സഹായിക്കാനാണ് പല പേരുകൾ പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഫാക്റ്റ് ഇപ്പം എന്നോട് ആ ന്യൂസ് ചാനൽ വിളിച്ച് സംസാരിച്ച് ഞാനത് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു. പക്ഷേ ആ ക്ലാരിഫിക്കേഷൻ വന്നില്ല. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. അപ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കേര ഫെഡിൻ്റെ 2 റേറ്റ് ഉണ്ട്. അതിൽ 2 റേറ്റിൽ കുറഞ്ഞ റേറ്റാണ് കർഷകന് ലഭിക്കുന്നത്, കൂടിയ റേറ്റ് ട്രേഡർക്ക് ലഭിക്കുന്നു എന്നുള്ളതായിരുന്നു പരാതി. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കേര ഫെഡിൽ കൊപ്ര വലിയ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നതെല്ലാം തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് നമ്മൾ ടെൻഡർ നടപടികളിലൂടെയാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് എംപാനൽ ചെയ്തിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ട്. അവരുടെ കയ്യിൽ നിന്ന്, കാരണം നമുക്ക് ഒരു ദിവസം ഏകദേശം 75 മെട്രിക് ടൺ കൊപ്രയാണ് ആവശ്യമുള്ളത് ഒരു ദിവസം. അപ്പോൾ ഈ ഇത്രയും വലിയ കൊപ്ര സപ്ലൈ ചെയ്യാനായിട്ട് വലിയ ട്രേഡേഴ്സിനെ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ടെൻഡർ നടപടികളിലൂടെയാണ് കൊപ്ര വാങ്ങിക്കുന്നത്. അപ്പോൾ എപ്പോഴും L1 റേറ്റ് ഒരെണ്ണം ഉണ്ടാവും. അതൊരു റേറ്റാണ്. രണ്ടാമത് നമ്മൾ കർഷകരോടുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 40 വർഷമായി കേര ഫെഡ് വന്നിട്ട്. അപ്പോൾ അന്ന് മുതലേ ഉള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ കർഷകരുടെ കയ്യിൽ നിന്ന് കൊപ്ര വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കൊപ്രയുടെ മാർക്കറ്റ് വില പ്ലസ് 2 രൂപ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അത് കേര ഫെഡ് ഫിക്സ് ചെയ്യും. അത് മാർക്കറ്റ് വിലയായിട്ട് നമ്മൾ എടുക്കുന്നത് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ കൊച്ചി മാർക്കറ്റിലെ കൊപ്ര വിലയാണ്. അപ്പോൾ ഇന്നത്തെ അതിന്റെ വില എന്ന് പറയുന്നത് 255 രൂപയാണ്. അത് പ്ലസ് 2 രൂപ അതിന്റെ ട്രാൻസ്പോർട്ടേഷനുള്ള. അപ്പോൾ 257 രൂപയ്ക്ക് കർഷകർക്ക് കേര ഫെഡിൽ കൊപ്ര തരാം. അപ്പോൾ അവർ തരുമ്പോൾ ചിലപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. അത് ലെറ്റസ് 10 കിലോ ആയിരിക്കും, ചിലപ്പോൾ 100 കിലോ ആയിരിക്കും. അത് കർഷകർക്ക് അവരുടെ കൈവശമുള്ള ആ കൊപ്ര എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രൈസ് ഉണ്ട്. അത് ഇന്നത്തെ വില 255 പ്ലസ് 2 രൂപ
257 രൂപ. അപ്പോൾ എനിക്ക് കൊപ്ര ഉണ്ടെങ്കിൽ ആ 257 രൂപയ്ക്ക് എനിക്ക് കേരഫെഡ് നൽകാനായിട്ടൊരു ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ടെൻഡർ വിളിക്കുമ്പോൾ ഒരു L1 റേറ്റ് വരും. അത് നമ്മുടെ കയ്യിലുള്ള റേറ്റ് അല്ല, അത് ടെൻഡറിലെ കോമ്പറ്റീഷൻ അനുസരിച്ചാണ് ആ റേറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, കേരഫെഡ് കർഷകരിൽ നിന്ന് വാങ്ങിക്കുന്ന 257 എന്ന് പറയുന്ന റേറ്റിനേക്കാളും കുറച്ച് കൂടുതലാണ് L1 വന്ന റേറ്റ്. അതാണ് അവരൊരു ഇഷ്യൂ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ മാത്രമുള്ളൊരു കാര്യമാണ്. സത്യത്തിൽ ഈ ടെൻഡർ നടപടികൾ നിങ്ങൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ പരിശോധിച്ചാൽ അറിയാം, ടെൻഡർ നടപടികളിലൂടെ വരുന്ന റേറ്റ് എപ്പോഴും കുറവും മാർക്കറ്റിൽ, കൊച്ചി മാർക്കറ്റിലെ റേറ്റ് കൂടുതലുമായിരിക്കും. അന്നതൊരു പ്രോബ്ലം ആയിരുന്നില്ല, പക്ഷെ ഇന്നിപ്പോൾ അത് തിരിഞ്ഞു വന്നു. പക്ഷെ അത് വീണ്ടും അത് തിരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ചെറിയ പീരീഡിലെ കാര്യമാണ് ഇന്നലെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പല വാർത്ത വരും. ഒന്നാമത് കൊപ്ര എന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് ഐറ്റം ആണ്, അത് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണം. പിന്നെ ഇറക്കുമതി ചെയ്യേണ്ടത് ഇവിടെ കിട്ടാതെ വരുമ്പോഴല്ലേ. ഇവിടെ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം. ഇവിടുത്തെ ഉൽപ്പാദകരായിട്ടുള്ള കൃഷിക്കാരെ സഹായിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയത് തന്നെ. ആ ജോലി അധികം ചെയ്യുന്നില്ല, ശരിയായി ചെയ്യുന്നില്ല എന്നാണ് വിമർശനം. അത് പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നേരിട്ട് കൃഷിക്കാരിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുന്നു, അവർക്ക് മര്യാദയ്ക്കുള്ള വില, മാർക്കറ്റ് വില പറ്റുമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കൊടുത്ത് അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വിപണിയിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും വിപണി കൈവശം വെച്ച് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട ഒരു വിഷയമൊന്നുമല്ലല്ലോ, സത്യം അതല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാരുടെ പേരിൽ വേഷം മാറി വ്യാപാരികൾ ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. അത് ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോഴും സംഭവിക്കുന്ന വിഷയങ്ങളാണ്. അതിൻ്റെയൊക്കെ പ്രയാസങ്ങളാണല്ലോ പല പദ്ധതികൾ വിജയിക്കുന്നതിനും ഒക്കെ പ്രയാസങ്ങൾ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള തെറ്റായ പ്രവണതകളും ഇടപെടലുകളും ഒക്കെ ഈ മേഖലയിൽ ധാരാളമുണ്ട്. അത് കുറേയെങ്കിലും പരിഹരിച്ച് യഥാർത്ഥത്തിലുള്ള ഉൽപ്പാദകരായിട്ടുള്ള കർഷകരെ സഹായിക്കാനും നാട്ടിലെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ശുദ്ധമായ എണ്ണ കൊടുക്കുക എന്ന സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകാൻ ഇത്തരം തെറ്റായ പ്രചരണങ്ങളും വാർത്തകളും വരുന്നത് ഗുണകരമല്ല. വാസ്തവങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ വരണം, ജനങ്ങളെ അറിയിക്കണം എന്നതാണ് വിനീതമായ അഭ്യർത്ഥന വീണ്ടും ആവർത്തിക്കുന്നത്. ഇന്നലെ ഉണ്ടായ ഒരു ചാനലിൻ്റെ പ്രചരണത്തെക്കുറിച്ചാണ് MD പറഞ്ഞത്. അതിൻ്റെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് കണ്ണൂർ വരെയൊക്കെയുള്ള വിവിധ മാധ്യമങ്ങളുടെ സുഹൃത്തുക്കൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പലപ്പോഴായിട്ട് എന്നെ വിളിച്ചിരുന്നു, പല ഇതൊക്കെ ചോദിച്ചിട്ട്. അപ്പം അതിലൊക്കെ ഒരു ചെറിയ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഇത്രയും കാര്യങ്ങളെങ്കിലും ഇവിടെ പറഞ്ഞത്. ഇറക്കുമതിയുടെ കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. ഇവിടെ സാധനം കിട്ടാതെ വരികയും ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പുറത്തുനിന്ന് കിട്ടുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടെങ്കിൽ ഇറക്കുമതിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പം ആഗോളതലത്തിലും അത്ര മെച്ചമൊന്നുമല്ല സാഹചര്യങ്ങൾ. ഈ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഉൽപ്പാദനക്കുറവിൻ്റെയും നല്ല പ്രതിസന്ധി, പ്രയാസം പ്രധാനപ്പെട്ട കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളിലുണ്ട്. അപ്പം ആ യാഥാർത്ഥ്യങ്ങളും വസ്തുക്കളും ഒന്നും കണക്കിലെടുക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന, അല്പമെങ്കിലും ലാഭത്തോടു കൂടി പ്രവർത്തിച്ചു പോകുന്ന കുറേ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുകയും ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ആ മത്സരത്തിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒറ്റ കച്ചവടക്കാർ ചെയ്യുന്നത് പോലെ, സ്വകാര്യ കമ്പനികൾ ചെയ്യുന്നത് പോലെയുള്ള കൃത്രിമങ്ങളും ലാഭത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളും വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല.